നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ മുഖത്തെ പേശിയും അനുബന്ധമായിട്ടുള്ള ഈ താടിയെല്ല് സന്ധിയിലുമൊക്കെ അനുഭവപ്പെടുന്ന വേദനയെക്കുറിച്ചാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ പല പേഷ്യൻസും പറയാറുണ്ട്, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വേദന അനുഭവപ്പെടുന്നു. ചില ആൾക്കാർക്കാകട്ടെ കൃത്യമായിട്ട് എവിടെയെന്നറിയുന്നില്ല. പക്ഷേ താടിയെല്ലിലാണോ അതോ അവിടുത്തെ അനുബന്ധമായിട്ടുള്ള ഈ ഒരു ജോയിൻറ്റിലാണോ അതോ മുഖത്താണോ ഒക്കെ ഒരു ഒരു വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. അത് ശരിക്കും എന്ത് തരത്തിലുള്ള വേദനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുത്തി വലിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഒരു അരണ്ട തരത്തിലുള്ള വേദന. പല രീതിയിലുള്ള പെയിനുണ്ട്. ചിലത് നമ്മൾ പറയും കുത്തുന്ന ത്രോബിംഗ് പെയിൻ എന്ന് പറയും. ചിലതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന റേഡിയേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും. ഷൂട്ടിംഗ് പെയിൻ എന്ന് പറയും. ചിലർക്കാണെങ്കിൽ ഡൾ പെയിൻ ആയിരിക്കും. ഒരു അരണ്ട വേദനയായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പല്ലെന്ന് പറയുന്നത് പല്ലിനെ മാത്രമായിട്ട് നമ്മൾ പരിഗണിക്കാതെ, ഈ പല്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റൊമറ്റോഗ്നാത്തിക് സിസ്റ്റം എന്ന് പറയും. പല്ലും അനുബന്ധമായിട്ട് മുഖത്തെ പേശികളും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ധിയുണ്ട്, ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അനക്കാൻ സാധിക്കുന്ന ഒരു ജോയിൻറ്റിൽ ഒന്നും കൂടിയാണ് പ്രധാനമായിട്ട് ഈ ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ടെമ്പറൽ ബോണും മാൻഡിബിളും തമ്മിലുള്ള ഈ കീഴ്ത്താടിയും ഇവിടുത്തെ ടെമ്പറൽ എന്ന് പറയുന്ന നമ്മുടെ സ്കള്ളിൽ ഒരു ബോണും തമ്മിലുണ്ടാകുന്ന ഒരു ജോയിൻ്റാണ് TMJ അല്ലെങ്കിൽ ടെമ്പറോ മാൻഡിബുലാർ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോയിൻറ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാതിൽ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിൽ ഒരു എണ്ണയോ ഗ്രീസോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വാതിലൊന്ന് ടൈറ്റ് ആവുന്ന പോലെ ഇവിടെ ജോയിൻറ്റിൻ്റെ അകത്ത് എപ്പോഴും സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അത് ആണ് ആ ജോയിൻറ്റിനെ കൃത്യമായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഫ്ലൂയിഡ് എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വരികയോ അല്ലെങ്കിൽ അവിടെ ജോയിൻറ്റിന് എന്തെങ്കിലും ഒരു അപാകത സംഭവിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ടാണെങ്കിൽ മസിൽ ഒരുപാട് സമയം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫറ്റീഗ് വരാറുണ്ട്. ആ മസിൽ കുറച്ചൊന്നും ക്ഷീണിക്കും. അപ്പോൾ കുറേ നാൾ ഇരുന്നിട്ട് നമ്മളൊരു പെട്ടെന്നൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മസിൽസിനൊക്കെ ഒരു പെയിൻ വരും. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പല്ലിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ മസിൽ കൃത്യമായിട്ട് ഓവറായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പെയിൻ വരും. അപ്പോൾ ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ചവയ്ക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു വശം മാത്രമായിട്ട് കൂടുതൽ ഉപയോഗിക്കും. ഇടതുവശം മാത്രം ഉപയോഗിക്കും. വലതുവശം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇടതുവശത്തെ മസിലുകൾക്ക്, മുഖത്തെ മസിലുകൾക്കും പ്രത്യേകിച്ച് ചവയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ചർവണ പേശികളെന്ന് പറയും, അല്ലെങ്കിൽ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ എന്ന് പറയും. 4 മസിലുകളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ടെർഗോയിഡ് ഒരു മസിലുമായിട്ട് വരുന്ന ലാറ്ററൽ ടെർഗോയിഡും ഉണ്ട്, മീഡിയൽ ടെർഗോയിഡും ഉണ്ട്. ഇവിടെ മുഖത്ത് കാണുന്ന മസീറ്റർ എന്ന് പറയുന്ന ഒരു മസിലുണ്ട്. ഇവിടെ ഒരു ഫാനിൻ്റെ ആകൃതിയിലുള്ള ടെമ്പറാലിസ് എന്ന് പറയുന്ന മസിലുണ്ട്. ഈ 4 മസിലുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ചവയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മസിലുകളെയും കൃത്യമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ TMJ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ മൊത്തത്തിൽ ചിലപ്പോൾ ഓറോഫേഷ്യൽ പെയിൻ ആയിട്ടും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഈ ചിലപ്പോൾ പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന വൈരുദ്ധ്യമായിരിക്കാം പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ട് നയിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു പല്ലുകൾ തമ്മിലുള്ള ബന്ധം, അതായത് ഒക്ലൂഷൻ എന്ന് പറയാറുണ്ട്, അത് മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾ തമ്മിൽ ചവയ്ക്കുന്ന സമയത്ത് അത് പല രീതിയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും മുന്നിൽ നിന്നും പുറകിലേക്കും പുറകിൽ നിന്നും മുന്നിലേക്കും വരുമ്പോൾ, അതോടൊപ്പം തന്നെ വശങ്ങളിലോട്ടൊക്കെ നമ്മളതിനെ മൂവ് ചെയ്യുമ്പോൾ ഒരിടത്തും ഒരു തടസ്സമില്ലാതെ മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ചില ആൾക്കാരിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടുതലായിട്ട് ചിലപ്പോൾ പല്ലുകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉറക്കത്തിലുള്ള ആണ് കൂടുതൽ പല്ലുകൾ തമ്മിൽ കടിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെന്നുണ്ടെങ്കിലും തന്നെ ചിലപ്പോൾ വെയിറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അവർ പല്ലുകൾ കടിച്ചു പിടിക്കാറുണ്ട്. ഇങ്ങനെ പല്ലുകൾ ഇറുമ്പുന്ന ആ സ്വഭാവത്തിന് നമ്മൾ ബ്രക്സിസം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ശീലങ്ങളുമൊക്കെ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള TMJ പ്രോബ്ലംസിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഡിജിറ്റലായിട്ടുള്ള കാലഘട്ടമാണ് എല്ലാത്തിലും. അതുപോലെ ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി നമുക്ക് ഇന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിന് നമ്മൾ പണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നോർമലി ചെക്ക് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും. പക്ഷേ അത് അത്രത്തോളം ആക്യുറേറ്റ് ആവണമെന്നില്ല. അപ്പോൾ കുറച്ചും കൂടി എല്ലാ പ്ലെയിൻസിലും മൂവ് ചെയ്യുമ്പോൾ ഒരു ഡൈനാമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒക്ലൂഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒക്ലൂസ് സെൻസ് എന്ന് പറയുന്നൊരു ഡിവൈസ് ഉണ്ട്, അല്ലെങ്കിൽ സ്കാൻ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പല്ലുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കാം. അത്തരത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു തുടക്ക ചികിത്സ എന്നോണം ദന്ത ക്രമീകരണ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന ചില ഇൻവിസിബിൾ ആയിട്ടുള്ള അലൈനേഴ്സ് പോലെ തന്നെ ഇരിക്കുന്ന തരത്തിലുള്ള സുതാര്യമായ തരത്തിലുള്ള സ്പ്ലിൻറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ആ സ്പ്ലിൻറ്റുകൾ നമ്മുടെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 3 മാസം മുതൽ 6 മാസം വരെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇത്തരത്തിലുള്ള ഒക്ലൂസൽ പ്രോബ്ലംസിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും.
കൂടുതൽ സങ്കീർണമായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ചില ചികിത്സകളിലോട്ടൊക്കെ പോകേണ്ടതായിട്ട് വരും. അതിലേറ്റവും പ്രധാനമാണ് ഫോട്ടോ ബയോ മോഡുലേഷൻ. നമ്മൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ലോ ലെവൽ ലേസർ തെറാപ്പി എന്ന് പറയും, LLLT എന്ന് പറയും. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു മുഖത്തെ പേശികൾക്കോ അല്ലെങ്കിൽ താടിയലിനോ ഒക്കെ ഒരു പെയിനോ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോട്ടോ ബയോ മോഡുലേഷൻ തെറാപ്പി യൂസ് ചെയ്തുകൊണ്ട് ലോ ലെവൽ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് ഒട്ടും താമസിപ്പിക്കാതെ അതൊരു ഡെൻറ്റിസ്റ്റിനെ, പ്രത്യേകിച്ചൊരു ന്യൂറോ മസ്കുലാർ ഡെൻറ്റിസ്ട്രി ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളിനെ കാണിച്ച് കൃത്യമായിട്ട് അതിനെ ഒന്ന് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ തുടക്കത്തിലേ ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശമനം ലഭിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ TMJ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമസ്കാരം.